അതാ പറയുന്നത് എന്താണെന്നോ, നാരിയ സലാത്ത്, നാരിയത്തിന് സലാത്തിനെ ഇതാ മുജാഹിദുകൾ എതിർക്കുന്നു. എന്നാൽ നാരിയത്ത് സലാത്തിലുള്ള ആശയത്തെക്കാൾ കടുപ്പപ്പെട്ട ആശയമുള്ള സലാത്ത് അതാ ശാഫി ഇമാം അവിടുത്തെ അർരിസാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് മൂപ്പര് വായിച്ചിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. എന്താ പറയുന്നതെന്നോ, ഫസല്ലല്ലാഹു അലാ നബീന കുല്ലമാ ദക്കറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ വസല്ലാ അലൈഹി ഫിൽ അവ്വലീന വൽ ആഖിരീന അഫ്ളല വഅക്സറ വഅസ്കാ മാ സല്ലാ അലാ അഹദിൻ മിൻ ഖൽഖിഹി വസക്കാനാ വഇയ്യാകും ബിസ്സലാത്തി അലൈഹി അഫ്ളല മാ സക്കാ അഹദൻ മിൻ ഉമ്മത്തിഹി ബിസ്സലാത്തിഹി അലൈഹി വസ്സലാമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജസാഹുല്ലാഹു അന്നാ അഫ്ളല മാ ജസാ മുർസലൻ അമ്മൻ നുർസില ഇലൈഹി എന്നിങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര് പിന്നെ പിടികൂടുന്ന ഭാഗം കേട്ടോ. ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലകാ വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഇതങ്ങ് വായിച്ചിട്ട് മൂപ്പര് പറയാണ്, ഷാഫി ഇമാം മുശ്രിക്കാണോ മൗലവി? ഷാഫി ഇമാം തെറ്റുകാരനാണോ മൗലവി? നിങ്ങൾ പറയും പോലെ ഷാഫി ഇമാം ഉദ്ദേശിച്ചിട്ടില്ല. എന്താ ഇതിൽ പറയുന്നതെന്നോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇന്നഹു നിശ്ചയമായും റബ്ബ് സുബ്ഹാനഹു അൻഖദനാ നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ബിഹി യാ റസൂൽ മുഖേന മിനൽ ഹലകതി നാശത്തിൽ നിന്ന് അല്ലാഹു റസൂല് മുഖേന നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം നമുക്കറിയില്ലേ? പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായി, വകുന്തും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി ഫഅൻഖദകും മിൻഹാ. നിങ്ങൾ നരകത്തീയുടെ വക്കിലായിരുന്നല്ലോ, അങ്ങനെ അള്ളാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലേ എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു റസൂലായി അയച്ചതുകൊണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന് ദീന് പഠിപ്പിച്ച് ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ച് അവർ നാശത്തിലേക്ക് ചെന്ന് ചാടുന്നതിൽ നിന്ന് അവരെ റസൂൽ മുഖേന റബ്ബ് രക്ഷപ്പെടുത്തിയല്ലോ. വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായത്തിൽ നമ്മെ അവൻ പെടുത്തിയല്ലോ. അതൊക്കെ എങ്ങനെയാണ്? ദാഇനീന ബിദീനിഹിൽ ലദി ഇർതദാ വസ്തഫാ ബിഹി മലായികതഹു വമന്നൻ അലൈഹി മിൻ ഖൽഖിഹി എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പിടികൂടുന്ന ഭാഗം ഞാൻ പറയട്ടെ. ഫലം തുംസിബിനാ നിഅമത്തുൻ ലഹറത് വലാ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിയ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ എന്നിങ്ങനെ പറയുന്നു. എന്താണ് അവിടെ പറയുന്ന ഉദ്ദേശം? ആ ദീനനുസരിച്ച് ജീവിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഒട്ടേറെ നിഅമത്തുകൾ ഇവിടെ ലാഹിറായ നിലക്കും അഥവാ പ്രത്യക്ഷമായ നിലക്കും അതേപോലെ തന്നെ പരോക്ഷമായ നിലക്കുമുള്ള ഒരു നിഅമത്തും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നില്ല. അതിലൂടെ നമുക്ക് ദീനിലും ദുനിയാവിലും കുറേ ഹല്ലുകൾ ഓഹരികൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് വിഷമങ്ങളായ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് തട്ടി നീക്കപ്പെടുന്നുണ്ട് ദുനിയാവിലും ആഖിറത്തിലും. അതിനൊക്കെയും ശ്രദ്ധിച്ചോ, ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണക്കാരനായിട്ടല്ലാതെ. ശരിയല്ലേ സുഹൃത്തുക്കളെ? ആർക്കാണ് തർക്കം? ഈ ലോകത്ത് ഇന്ന് മുസ്ലിമീങ്ങളതാ നരകത്തിലേക്ക് ചാടിപ്പോകാതെ യഥാർത്ഥമായ നിലക്കുള്ള വിശ്വാസത്തിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് വരാൻ കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ റബ്ബ് നിയോഗിച്ചത് തന്നെയല്ലേ? ആ റസൂലിനെ അള്ളാഹു ഇങ്ങോട്ട് അയച്ചത് കൊണ്ട് തന്നെയല്ലേ മനുഷ്യൻ ഇന്നിവിടെ തെമ്മാടിത്തം ചെയ്യാതെ കുഫറിലേക്ക് പോകാതെ ശിർക്കിലേക്ക് എത്തിപ്പെടാതെ നേരിന്റെ മാർഗത്തിലൂടെ ജീവിക്കുമ്പോൾ ദുനിയാവിലും ആഖിറത്തിലും ഹല്ലുകൾ കിട്ടുന്നില്ലേ? വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് ഒക്കെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരണം തന്നെയല്ലേ? അൽ ഖായിദു ഇലാ ഖൈരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യുന്നു? നന്മയിലേക്ക് നയിക്കുന്നു. വൽ ഹാദി ഇലാ റുഷ്ദിഹാ അസ്സായിദു അനിൽ ഹലക.
വെറുക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യന്മാര് ഹലാക്കിലായി പോകുന്നതില്ലെന്ന് സംരക്ഷിക്കുന്ന നബി. അതെങ്ങനെയാ സംരക്ഷിക്കുന്നത്? മനുഷ്യന്മാർ തെറ്റുകളിലേക്ക് പോകുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എൻ്റെ ഉദാഹരണം, ഒരാളതാ ഒരു സ്ഥലത്ത് ഒരു തീ കത്തിക്കുന്നു. ആ തീ കത്തിക്കുമ്പോ ആ വെളിച്ചത്തിന്റെ ഭംഗി കണ്ടിട്ട് അതിലേക്ക് അതാ ഒന്നും ചിന്തിക്കാതെ ഈയാമ്പാറ്റകൾ ഇങ്ങനെ വന്ന് ചാടി വീണ് മരിക്കുന്നു. ആ സമയത്ത് അതാ ആളുകൾ ഇങ്ങനെ അതിലേക്ക് പോകുമ്പോ അതിലേക്ക് പോകല്ല ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അരക്കെട്ടിനെ പിടിച്ച് ഞാൻ അങ്ങോട്ട് വലിച്ചിടുന്നു. അതാണ് എൻ്റെ ഉപമ എന്ന അർത്ഥത്തിൽ ഹദീസുകൾ നമുക്ക് കാണാമല്ലോ. അങ്ങനെ നരകത്തിയിലേക്ക് ഓടിയെടുക്കുന്ന സർവ്വ മനുഷ്യന്മാർക്കും നേരിന്റെ മാർഗം എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ആ നരകത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് ഹലാക്കിലേക്ക് പോകുന്നതില്ലെന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യങ്ങളെ സംബന്ധിച്ച് വമവാരിദി സൗഇ ഫീ ഖിലാഫിർ റുശ്ദി അൽ മുനബ്ബിഹു ലിൽ അസ്ബാബില്ലതി തൂരിദുൽ ഹലക, നാശം വന്ന് ഭവിക്കാനുള്ള ഏതൊക്കെ സംഗതികളുണ്ടോ അതിലേക്കൊക്കെ വഴിവെക്കുന്ന കാരണങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഉണർത്തുന്ന നബിയല്ലയോ അൽ ഖായിമു ബിൻ നസീഹത്തി ഫിൽ ഇർശാദി വൽ ഇൻദാരി ഫിഹാ. ഈ വായിച്ച ഏത് വരിയിലാണ് നിങ്ങൾ നാരിയ സലാത്തിൽ പറയും പോലെയുള്ള വിശ്വാസമുള്ളത്? തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, ഷാഫി ഇമാം മുശ്രിക്കാണല്ലേ സലഫി? ഷാഫി ഇമാം തെറ്റിപ്പോയിട്ടുണ്ടല്ലേ സലഫി? ഇല്ല, ഷാഫി ഇമാം പറഞ്ഞതിൽ തെറ്റില്ല. നിങ്ങൾ ചൊല്ലുന്നല്ലോ തൻഹല്ലു ബിഹിൽ ഉഖദു, ബുദ്ധിമുട്ട് നീങ്ങുന്നത് നബി മുഖേനയാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? കുറവ് നീങ്ങുന്നത് നബി മുഖേനയാണ്. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? നാം ഇന്നൊരു അപകടത്തിൽ പെടുമ്പോൾ നബിയേ എന്നെ രക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ആണോ? അതെന്താണ് നിങ്ങളതുകൊണ്ട് ആ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായി ഒന്ന് വിശദീകരിച്ചേക്കൂ. അപ്പൊ സുഹൃത്തുക്കളെ,